അപ്പോൾ അവിടെ ഉണ്ടാക്കിയ കടുകുമാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഭരണികളിലാട്ടോ, വലിയ ഭരണികളിലാണ്. ഇതാ ഈ കാണുന്നത് വലിയ ഭരണിയാണ്. 1, 2, 3 എണ്ണം ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു കിടിലൻ വീഡിയോ കേട്ടോ, സ്പെഷ്യലാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 50 വർഷമായി, കഴിഞ്ഞ 50 വർഷമായി നല്ല നാടൻ പാലക്കാടൻ കടുകുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു മുത്തശ്ശിയാണ്. അതായത് എൻ്റെ സ്വന്തം മുത്തശ്ശിയാണ്, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പറളി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സ്വന്തം നാടായ മങ്കരയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. പറളിയിൽ കിണാവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ അമ്മയുടെ വീടാണ് ഇവിടെയാണ് അടുത്താണ് വീട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു അമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് പാലക്കാടൻ കാഴ്ചകൾ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഇതുണ്ടോ, വലിയൊരു ആല്. ഈ ആലിൻ്റെ പേര് കൊന്നനാലെന്നാണ്. ഇതിൻ്റെ ചോട്ടിലൊക്കെ ഞങ്ങൾ പേരക്കുട്ടികൾ, മുത്തശ്ശിയുടെ പേരക്കുട്ടികൾ ഇവിടെ വന്നിട്ട് കളിക്കുക കേട്ടോ, കളിക്കലും. പിന്നെ അതെ ഈ ഒരു സംഭവം, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അത്താണിന്ന്. ഇത് പണ്ട് നമ്മൾ ചുമടൊക്കെ ചുമന്ന് ഒരുപാട് ദൂരം നടന്നു വരുന്നവർ ഇതിൻ്റെ മുകളിൽ ഭാരം വെച്ചിട്ടാണ് വിശ്രമിക്കുക. അപ്പോൾ അവർക്ക് വിശ്രമത്തിനുള്ള സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ പേര് അത്താണി എന്നാണ്. അപ്പോൾ ഇതൊക്കെ പഴയ സംഭവം കേട്ടോ. ഇതൊക്കെ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ചെറുപ്പം ജനിച്ചപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ അത്താണിയൊക്കെ. ഇതിലൊരുപാട് ഞങ്ങൾ കളിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും കൊന്നനാൽ ആണ് ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ വീട്. അപ്പോൾ അങ്ങോട്ട് അവിടെ പോയിട്ട് നമുക്ക് മുത്തശ്ശിയുടെ അച്ചാറുണ്ടാക്കുന്ന വിധവും, എങ്ങനെയാണ് മുത്തശ്ശി അച്ചാറുണ്ടാക്കുന്നത്, എന്താണ് അച്ചാറുണ്ടാക്കാൻ എന്താണ് മുത്തശ്ശി പ്രേരിപ്പിച്ചത്, ഒരു സ്പെഷ്യൽ ഇതാട്ടോ. മുത്തശ്ശിയുടെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. എല്ലാവിടെയും ഇവിടുന്ന് അങ്ങോട്ട് ബാംഗ്ലൂർ വരെ കൊണ്ടുപോകാറുണ്ട് ആൾക്കാർ അച്ചാർ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നെല്ലാം നമുക്ക് പോയിട്ട് ചോദിച്ച് അറിയാം. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ വീടാണ്. ഇവിടെ താമസിക്കുന്നത് മുത്തശ്ശിയുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള സതി എന്ന് പറയും. അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി. അപ്പോൾ ഇതാണ് എൻ്റെ മുത്തശ്ശി കേട്ടോ, എൻ്റെ സ്വന്തം മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിക്ക് 86 വയസ്സായി. മുത്തശ്ശി ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് മുത്തശ്ശിക്ക്. എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു സ്ട്രോക്ക് വന്നിട്ട് മുത്തശ്ശിക്ക് സംസാരിക്കാൻ നേരെ കഴിയില്ല. കേൾവി ശക്തിയും കുറച്ചൊന്നല്ല, കേൾവി ശക്തി തീരെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പറയുന്നു വീഡിയോയിൽ അങ്ങനെ പറയാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് നമ്മുടെ മകള് സതി, അതായത് എൻ്റെ വലിയമ്മ പേരശ്ശി എന്നാണ് ഞാൻ വിളിക്കുക, പേരശ്ശി എല്ലാം പറഞ്ഞു തരും. മുത്തശ്ശിയുടെ തിന്നിട്ട് മുത്തശ്ശി കുറേ കാര്യങ്ങൾ പേരശ്ശിക്ക് ഇപ്പോൾ എഴുതി കാണിച്ചു കൊടുക്കുക ചെയ്യാം മുത്തശ്ശിക്ക് ഇപ്പോഴും. പക്ഷേ എന്താ വെച്ചാൽ അച്ചാർ ഉണ്ടാക്കുന്ന വിധമെല്ലാം മുത്തശ്ശിക്ക് അറിയാം. ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ടാക്കാറില്ലേ? മുത്തശ്ശിക്ക് 86 വയസ്സ്. മുത്തശ്ശിയുടെ പേര് സരോജിനി എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് മുത്തശ്ശി വരാനുള്ള കാരണം? 50 വർഷമായി അല്ലേ? കഴിഞ്ഞ 50 വർഷമായി മുത്തശ്ശി ഉണ്ടാക്കുന്നുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് മുത്തശ്ശി വരാനുള്ള കാരണം എന്താണ്? പേര് അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. അച്ഛൻ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകും. അപ്പൊ അതില് കടുമാങ്ങ കൊണ്ടുപോകും. അങ്ങനെ അധ്യാപകരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പങ്കുവെക്കുമ്പോൾ കുറച്ച് അവർക്ക് വേണമെന്നുള്ളതായി. പിന്നെ അത് കുറേശ്ശെ അവർക്ക് പൈസക്ക് കിട്ടിയാൽ കൊള്ളാമെന്നായി. പിന്നെ അത് കുറച്ച് മാങ്ങ അടുത്തുള്ളവരിൽ നിന്നൊക്കെ ചെറിയ വില കൊടുത്ത് മേടിച്ച് അത് അച്ചാറുണ്ടാക്കി അത് കുറേശ്ശെ ബിസിനസ്സായിട്ട് ചെയ്തു തുടങ്ങി. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പാത്രങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാർ കൊണ്ടുപോകും. പിന്നെ അങ്ങനെ പ്രത്യേക ഒരു വിലയൊന്നും കണക്കാക്കിയിരുന്നില്ല. അത് ഒരു വലിയ ലാഭം എടുത്തിട്ടുമല്ല, എന്നാലും അത് ബിസിനസ്സായിട്ട് അങ്ങനെ തുടർന്നു പോയി. മാങ്ങ എല്ലാ കൊല്ലവും പിന്നെ കച്ചവടക്കാർ കൊണ്ടുവരും. അങ്ങനെയായിട്ട് ബിസിനസ് നോക്കി പോകുന്നു. ഇപ്പം അത് ഈ കൊല്ലം മാങ്ങയ്ക്ക് വില കൂടി 140 രൂപയായി കിലോന്. അപ്പോൾ ഈ കൊല്ലം മാങ്ങ മേടിച്ചു. ഞങ്ങൾ അച്ചാർ ബിസിനസ് ചെയ്യണു. പിന്നെ അത് കൊടുക്കണം. അങ്ങനെ പ്രത്യേകിച്ചൊരു പേരോ അങ്ങനെയൊന്നും ഇതിനില്ല, ബ്രാൻഡ് നെയിമൊന്നും ഇല്ല. പക്ഷേ ഉണ്ടാക്കിയ അച്ചാർ മുഴുവനും ചിലവാകുന്നുണ്ട്. അത് എത്രയായാലും ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടുത്തെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതിന് നിറയെ ആൾക്കാരുണ്ട്. അതെ, അവരിപ്പോഴും അച്ചാർ ഇടലിയ ചോദിക്കും കൂടെ എല്ലാവരും. ഏത് അന്യനാട്ടിലെ ആൾക്കാരും നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാരും എന്താവസരം അവരവിടെ ഉണ്ടെങ്കിലും ചെറിയൊരു പാത്രം കൊണ്ട് വരും.
അതിന് ഉള്ളത് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ പാല്, മോര്, തൈര്, നെയ്യ് എല്ലാത്തിൻ്റെ ബിസിനസ്സും ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേരശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതായത് മുത്തശ്ശി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാം. അതായത് മുത്തശ്ശി പണ്ട് ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പേരശ്ശി പറഞ്ഞല്ലോ അധ്യാപകർക്കൊക്കെ കൊടുക്കാറുണ്ട്. ആ കാലത്ത് മുത്തശ്ശി മുളക് വാങ്ങി അതിനെ ഉണക്കിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് അതിനെ പൊടിക്കുകയാണ് ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ? അതെ, ഒരലിട്ട് ഇടിച്ച് പൊടിക്കുക. എന്നിട്ടാണ് കടുകും വേറെ പൊടിക്കുക. ആ, കടുകും ഇതേമാതിരി തന്നെയല്ലേ പൊടിക്കുക? ആ, അതായത് ഒരലിലിട്ടിട്ട് ഈ മുളക് ഉണക്കി അതിൻ്റെ കുരു കളഞ്ഞിട്ട് പൊടിക്കും. അത്രയും പ്യുവർ ഫോമിലാണ് അച്ചാർ ഉണ്ടാക്കുക, അല്ലേ? കടുക് പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടാണ് അച്ചാർ ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ അത് എവിടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയും മുളക് പൊടിയും കടുക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓരോന്ന് കൂട്ടിയിടുന്നത് എന്താ വിധം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്ര അളവിന് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്ന് പേരശ്ശി മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കടുകുമാങ്ങ ഉണ്ടാക്കുന്നത്. ഇത് കടുകുമാങ്ങ, ഇത് മുളക്, ഇത് കടുകുമാങ്ങ നമ്മൾ എത്ര ദിവസമായി പേരശ്ശി ഇട്ടിട്ട്? ഒരു മാസമായി നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതെ, ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മുളക് ചേർക്കുന്നു. ഈ മുളക് പൊടി എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതായത് റവ സ്റ്റോറിൽ അവിടെ നിന്നാണ് വാങ്ങുന്നത്. പണ്ടൊക്കെ മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ, പണ്ട് മുത്തശ്ശൻ പ്രധാനാധ്യാപകനായി പർലി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് മുത്തശ്ശി ഈ മുളക് പൊടി ശരിക്കും മുളക് വാങ്ങി പൊടിക്കുക ചെയ്യുക. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങുകയാണ്. പക്ഷേ നല്ല A ക്ലാസ് മുളക് പൊടിയാണ് വാങ്ങുക. ഇടയ്ക്കൊക്കെ ഞാനാട്ടോ വാങ്ങിക്കൊടുക്കുക മുളക് പൊടി മുത്തശ്ശിക്ക്. കടുക് പൊടി ഇടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മിക്സിങ്. ഇങ്ങനെ, അതായത് ഈ കടുക് മാങ്ങയിലേക്ക് നമ്മൾ നല്ല മുളക് പൊടി, അതായത് കുരു കളഞ്ഞിട്ടുള്ള മുളകിൻ്റെ പൊടി, അതും നല്ല കടുക് പൊടി ഇട്ട് മിക്സ് ചെയ്യണം. പിന്നെ എങ്ങനെ പേരശ്ശി ഇതൊന്ന് പറഞ്ഞു തരും? അത് 1 കിലോ മാങ്ങയ്ക്ക് 200 ഗ്രാം മുളക് പൊടി എന്നുള്ള രീതിക്കാണ്. അതെ. പിന്നെ അതിനനുസരിച്ച് കടുകും അത് ചേർക്കുമ്പോൾ ചേർത്ത് ഇളക്കി നന്നായി കൂട്ടി വെക്കും. അപ്പം ഇതിലിപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ബാംഗ്ലൂർ പോണ ആൾക്കാരുടെ ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്, അല്ലേ? അതാണ് എൻ്റെ അറിവിലുണ്ട് കേട്ടോ. ഞാനിവിടെ ചെറുപ്പം മുതലേ വരുമ്പോൾ തന്നെ ഈ ഇത് കാണുന്നുണ്ട്. എത്ര 2 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം അന്ന് മുതലേ ഞാനിത് കാണുന്നുണ്ട്. മുത്തശ്ശിയുടെ അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടോ. ഇതാണ് അച്ചാർ ഉണ്ടാക്കുന്ന വിധം. മുത്തശ്ശിക്ക് ഇപ്പം നേരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പേരശ്ശിയും പറഞ്ഞു, മുത്തശ്ശിയാണ് തന്നെ പറഞ്ഞത്. ഒന്നും വെള്ളം ചേർക്കില്ല. ഇത് ഈ മുളകും ഉപ്പും പിന്നെ ഈ കടുക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, ഇല്ലെങ്കിൽ ഉപ്പും കൂടി ചേർക്കണം, അല്ലേ? അതെ, അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, അതിന്ന് ഉണ്ടായി വരുന്ന വെള്ളം അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ മുളക് പൊടി ഫുള്ളായിട്ട് ഇടുകയാണ്. ഇതൊക്കെ നല്ല അടിപൊളി മുളക് പൊടി കേട്ടോ. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് നല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടിയേക്കാളും എരിവാണ് ഇതിന്. അതേപോലെ തന്നെ കടുക് പൊടി, അതെ, നല്ല പ്യുവറായിട്ടുള്ള കടുക് പൊടിയാണ്, അല്ലേ? നല്ല വിലയുള്ള കടുക്, എത്ര കിലോ നല്ല വിലയുള്ള കടുക് പൊടിയാണ്. അതെ, കുരു കളഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഇത് നമ്മൾ എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വയ്ക്കും. എന്നിട്ട് അതിൽ എടുക്കേണ്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. എപ്പോഴും തുറക്കാൻ പാടില്ല. നമ്മളത് എന്താ മെഴുക് വെച്ചിട്ടല്ലേ സീൽ ചെയ്ത് വെക്കുക. അതാണ് ഏകദേശം ഇതിപ്പോ 3 കൊല്ലത്തോളം ഇരിക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ മുത്തശ്ശി. 3 കൊല്ലത്തോളം ഈ കടുക് മാങ്ങ പ്രിസർവ് ചെയ്ത് വെക്കാം. 3 കൊല്ലമല്ലേ? 3 കൊല്ലത്തോളം ഇരിക്കുന്നതാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. ഇത്ര തന്നെയല്ലേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് മുത്തശ്ശി ഈ കടുമാങ്ങ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയെന്നുള്ള കാര്യം വരെ അറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വില കൂടി എത്രയാണെന്ന് മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശി
360 രൂപ. ഓ അത് ശരി, ഒരു കിലോന്. ഒരു കിലോന്. സാധനങ്ങളുടെ വില കൂടി. അധ്വാനത്തിൽ ചൂടുന്നു. ഓ ഓ ഓ, അതുകൊണ്ട് വില കൂട്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ മുത്തശ്ശി പറയുന്നത് എന്താ വെച്ചാൽ, ഇത് തുടക്കത്തിൽ മുത്തശ്ശി മുമ്പ് ചുരുക്കത്തിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നു കേട്ടോ. അതായത് തുടക്കത്തിൽ 4 രൂപ കിലോ മാങ്ങയ്ക്ക് ഉണ്ടായിരുന്നു പണ്ട്. 50 കൊല്ലം മുന്നേ ഒക്കെ 1 കിലോ മാങ്ങയ്ക്ക് 4 രൂപയൊക്കെ ഉണ്ട്. അല്ല അങ്ങനെയല്ലേ, 1 കിലോ മാങ്ങയ്ക്ക് 4 രൂപ. അപ്പോൾ അന്ന് അച്ചാർ 1 കിലോ അച്ചാറിന് 10 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും 50 കൊല്ലം മുന്നേ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ വില കൂടി. ഇപ്പോൾ 1 കിലോ മാങ്ങയ്ക്ക് 140 രൂപയാണ് വില. കിട്ടാനില്ല, പണ്ടത്തെ പോലെ കിട്ടാനുമില്ല. പണ്ട് 600 കിലോ വരെ മുത്തശ്ശി കടുമാങ്ങ ഉണ്ടാക്കി, 600 കിലോ കടുകുമാങ്ങയുടെ മാങ്ങ അച്ചാറുണ്ടാക്കി വിറ്റിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ബിസിനസ് ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് അന്ന്. ഇപ്പോൾ എന്താ വെച്ചാൽ കടുകുമാങ്ങ കിട്ടാനില്ല. മാങ്ങ നമുക്ക് പൊട്ടിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എവിടെ നിന്നും ഇങ്ങനത്തെ കടുകുമാങ്ങ കിട്ടാനില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എത്ര 50 കിലോ അല്ലേ, 50 കിലോ ഇടാറുള്ളൂ ഓരോ വർഷം ഇടുന്ന കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ കമ്മിയായിട്ട് ഇടാറുള്ളൂ. പക്ഷേ മുത്തശ്ശിക്ക് ആവുന്ന കാലത്ത് നല്ലവണ്ണം ഇട്ടിട്ടുണ്ട്. അത് എനിക്കും അറിയാൻ, കണ്ട കാഴ്ചയാണ്, ഞാനും കണ്ടതാണ് കേട്ടോ. ഒരുപാട് കണ്ടിട്ടുണ്ട് മുത്തശ്ശി അച്ചാറിടുന്നതൊക്കെ. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കിലോയ്ക്ക് 360 350 രൂപയാണ് വില. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കടുക് മാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് കാണണ്ടേ. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ പിന്നിലാട്ടോ. ഇത് പഴയ വീടാണ്, പഴയ വീടിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പുതിയ ഒരു പാർട്ട് ഇപ്പോൾ പൊളിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വരുന്നുണ്ട് നമ്മുടെ കൂടെ. ഇതിപ്പോൾ ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് പേര് ഇത് ഭരണിയല്ല, പ്ലാസ്റ്റിക്. പണ്ട് ഭരണിയായിരുന്നു. ഇപ്പൊ പിന്നെ എളുപ്പത്തിന് വേണ്ടി പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് സീൽ ചെയ്ത് വെച്ചിട്ട് അതില് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് തുണി അതിന്റെ മുകളിൽ നനച്ചിട്ട് നല്ലെണ്ണയിൽ നനച്ചിട്ട് പിന്നെ നന്നായി എയർ ടൈറ്റ് ആയിട്ട് മെഴുകിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അതായത് നല്ലെണ്ണ എന്ന് പറയുമ്പോൾ പൂപ്പൽ വരാതിരിക്കാനാണ്. എന്നിട്ട് നല്ലെണ്ണയുടെ ഒരു തുണി മുകളിലിടും അല്ലേ. ഇതൊക്കെ എനിക്ക് അറിയുന്ന എങ്ങനെയാ വെച്ചാൽ, ഞാനും എൻ്റെ അമ്മയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം പോലെ അങ്ങനെ കണ്ട് പഠിച്ചതാട്ടോ. ചെറിയ കാര്യം, ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ല. അത് പേരശ്ശിക്കും മുത്തശ്ശിക്കും തന്നെയാണ് അറിയുക. അപ്പോൾ അപ്പോൾ അതിങ്ങനെ വെച്ച് ഈ മുകളിൽ നല്ലെണ്ണയുടെ തുണിയും വെച്ച് ഇങ്ങനെ വെക്കും. പിന്നെ വേണ്ട ആവശ്യമുള്ളത് ഇതിലേക്ക് എടുക്കും അല്ലേ. ചെറിയ പാത്രം, ചെറിയ ആവശ്യമുള്ളതല്ല, ഒരു 5 കിലോ കുറച്ചധികം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറക്കാൻ പാടില്ല. ഈ ഭരണി ഇടയ്ക്കിടയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും. പൂപ്പൽ വരാതിരിക്കാനാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ് നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നത്. മുകളിൽ മാത്രം കേട്ടോ, നല്ലെണ്ണ മൊത്തത്തിലിട്ട് മിക്സ് ചെയ്യല്ല, മുകൾ ഭാഗത്ത് മാത്രം നല്ലെണ്ണ ഒഴിച്ച് വെക്കും. ഇത് ഈ ഭരണിയുടെ മുകളിൽ ഒരു നല്ലെണ്ണയുടെ തുണിയിട്ട് മൂടും. ഇത് നമ്മൾ 5 കിലോ ഇങ്ങോട്ട് എടുത്ത് വെക്കും. ഇത് അത്യാവശ്യത്തിന് ആരെങ്കിലും പെട്ടെന്ന് വന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഇവിടെയും എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ചെറിയൊരു കുപ്പിയിൽ. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറക്കാൻ പാടില്ല. ഇത് തുറന്ന് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ഭരണിയാണ് അല്ലേ. ഇത് വേറൊരു ഭരണിയാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഭരണികളിലാണ് ഇതാക്കി വെക്കുന്നത്. പണ്ട് നമ്മൾ ഇതിന്റെ സാധാരണ ഭരണി, ഉപ്പ് ഭരണിയായിരുന്നു. അതെ, ഉപ്പ് ഭരണിയിലാണ് ആക്കി വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരെ ആളുകൾ വാങ്ങി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് നാട്ടിൽ. പിന്നെ എല്ലാവരും മുത്തശ്ശിയുടെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ് ആണ് എല്ലാവർക്കും. ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഈ റൂമിൽ ചെറിയതായിട്ട് ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അത് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ റൂമിലുള്ള നമ്മുടെ കടുകുമാങ്ങ സ്റ്റോർ ചെയ്യുന്ന റൂം. ഇങ്ങനെയാണ് കണ്ടോ. അതെങ്ങനെയാണ് ഈ വിധം എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കടുകുമാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇതാണ് മാങ്ങ കണ്ട, കേട്ടില്ലേ. ആഹാ, നല്ല എരിവായിരിക്കും. നോക്കട്ടെ, നല്ല മണം. ഞാൻ അപ്പോഴേ പറഞ്ഞ മാതിരി മണം ഒരു തന്നെയാണ്. എരിവും പിന്നെ കടുകുമാങ്ങയുടെ ആ പുളിയും ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ മുത്തശ്ശി ഉണ്ടാക്കുന്നതിന് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിക്കില്ല. അതാണ് എരിവുണ്ട്. ഇതിപ്പോൾ ഒരു കഷ്ണേ കഴിച്ചിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ല എരിവാണ്. ഒരെണ്ണം മുഴുവനായിട്ട് കഴിക്കണമെങ്കിൽ നല്ല എരിവുണ്ട്. അപ്പോൾ അതാണ് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു കഴിച്ചറിയേണ്ട തന്നെയാണ്, കഴിച്ചനുഭവിക്കേണ്ട ഒരു ടേസ്റ്റാണ് മുത്തശ്ശിയുടെ കടുമാങ്ങയ്ക്ക്. അപ്പോൾ അതൊക്കെയാണ് മുത്തശ്ശിയുടെ വിശേഷങ്ങൾ. മുത്തശ്ശി ഇത് ഒരുപാട് കാലം മുന്നേ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല,
എല്ലാവരും പറഞ്ഞു, നാട്ടുകാരെല്ലാവരും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. മുത്തശ്ശി ചിലർക്ക് വെറുതെയും കൊടുക്കാറുണ്ട് കുറച്ച് കടുമാങ്ങകളൊക്കെ കേട്ടോ. അതെൻ്റെ അനുഭവത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മുത്തശ്ശിക്കൊരു ഹോബി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മുത്തശ്ശിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതേമാതിരി വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനിയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും ബെല്ലൈക്കൺ അമർത്തിയാൽ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക. എല്ലാ സംഭവങ്ങളും ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.